അഞ്ചാമത്തെ ചോദ്യത്തില് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. നമുക്ക് എ ക്വസ്റ്റ്യൻ നോക്കാം. വൈദ്യുത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാം? അപ്പോൾ ഒന്നാമതായിട്ട് പറയാവുന്നതാണ് ചെലവ് കുറവ്. രണ്ടാമതായിട്ട് മലിനീകരണം കുറവ്. മൂന്നാമതായിട്ട് പരിപാലന ചെലവ് കുറവ്. മറ്റൊന്നാണ് ശബ്ദം കുറവ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതിയായിരുന്നു. മറ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം. നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും വായിക്കൂ. പ്രസ്താവന 1. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. നൽകിയിരിക്കുന്ന പ്രസ്താവന ശരിയാണ്. ഇനി നമുക്ക് അതിന് കാരണം നോക്കാം. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ അല്ല. പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ അല്ല എന്നാണ് പറയുന്നത്. അതായത് പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ പുനരുൽപാദിപ്പിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്ക് പ്രകൃതിദത്തമായി വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന എന്നാൽ തീർന്നു പോകാത്ത സ്രോതസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതായത് പുതുക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ പുനരുൽപാദിപ്പിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇതിൽ കൊടുത്തതിൽ നിന്ന് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല ഇവയൊക്കെ എന്താണ്? പ്രകൃതിദത്തമായി ഉണ്ടാകുന്നതും എന്നാൽ തീർന്നു പോകാത്തതുമായ ഊർജ സ്രോതസ്സുകളാണ് ഈ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവയൊക്കെയാണ്. എന്നാൽ ഇതിൽ കൊടുത്തത് എന്താണ്? ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ഇത് പറഞ്ഞ കാരണം തെറ്റാണ്. അപ്പം ഇതിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? അതായത് പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ് എന്നതാണ്. അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയായിരുന്നു ശരിയായത്. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമതായിട്ട് മാലിന്യ നിർമ്മാർജ്ജനം. അതായത് നമ്മുടെ വീട്ടിൽ വരുന്ന മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെയാണ് ഊർജോൽപാദനം. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നു? ഊർജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ വളം ലഭ്യമാകുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? മലിനീകരണം കുറയ്ക്കാം. ഇവയൊക്കെ ആയിരുന്നു ഇതിൽ വരുന്ന ഉത്തരങ്ങൾ. ഇനി നമുക്ക് 5 ബി പാർട്ട് നോക്കാം. അതിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് വിട്ടുപോയ കാര്യങ്ങൾ എഴുതുക എന്നതായിരുന്നു. രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് കാലുകളുടെ പ്രത്യേകതയും കൊക്കിന്റെ പ്രത്യേകതയും. മറ്റ് നിരീക്ഷിക്കാവുന്ന പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പക്ഷിയുടെ ആഹാരം, പക്ഷിയുടെ നിറം, വലുപ്പം, തൂവൽ, കൂടാതെ മറ്റു പോയിന്റുകൾ ഉണ്ടാവും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റ് എഴുതിയാൽ മതിയായിരുന്നു. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ജീവികളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒന്നാമത് കൊടുത്തിട്ടുള്ളത് രൂപാന്തരണം പ്രാണികളുടെ ജീവിതക്രമത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. അത് തെറ്റായതാണ്, തെറ്റായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ നോക്കാം. മനുഷ്യൻ സസ്തനി വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ്. എന്താണ് സസ്തനി വിഭാഗം എന്ന് പറയുന്നത്? അതായത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്യുന്ന ജീവികളെയാണ് സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ് എന്ന് വിളിക്കുന്നത്. ഈ വിഭാഗത്തിലാണ് മനുഷ്യർ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന, സമൂഹമായി ജീവിക്കുന്ന ഒരു ജീവിയാണ് ഉറുമ്പ്. ഉറുമ്പ്, തേനീച്ചകള് തുടങ്ങിയവ എന്താണ്? കൃത്യമായ ഒരു സാമൂഹിക ഘടന പാലിച്ച് ജീവിക്കുന്നവയാണ്. ഇവ എന്താണ്? ഒത്തൊരുമിച്ചാണ് ആഹാരം തേടുന്നതും കൂട് നിർമ്മിക്കുന്നതും. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പ്രസ്താവനയായിട്ടുള്ള സമൂഹമായി ജീവിക്കുന്ന ഒരു ജീവിയാണ് ഉറുമ്പ് എന്നതും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ആമ ഒരു ഉഭയജീവിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആമ ഒരു ഉഭയജീവിയാണോ? എന്താണ് ഉഭയജീവി എന്ന് പറയുന്നത്? അതായത് ജീവിതക്രമത്തിന്റെ ഒരു ഭാഗം വെള്ളത്തിലും. ഉദാഹരണത്തിന് നമ്മൾ തവളയെ നോക്കുകയാണെങ്കിൽ തവളയുടെ വാൽമാക്രി അവസ്ഥ എവിടെയാണ് ഒരു ജീവിക്കുന്നത്? അവര് വെള്ളത്തിലും പിന്നെ അതിന്റെ ബാക്കിയുള്ള മറ്റൊരു ഭാഗം കരയിലുമായി ജീവിക്കുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉഭയജീവികൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ആമ അത്തരത്തിൽ പെടുന്ന ഒരു ഉഭയജീവിയല്ല. അപ്പൊ ഈ ഒരു പ്രസ്താവന എന്താണ്?
തെറ്റായതാണ്. അപ്പം രണ്ടാമത്തേതും മൂന്നാമത്തേതുമായ പ്രസ്താവനകളാണ് ശരി. അപ്പം അതിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2, 3 ശരിയാണ്. സി ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ ശരിയായ രീതിയിൽ പട്ടികപ്പെടുത്തുക എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എ കോളത്തിൽ എ എന്ന ഭാഗത്ത് വരുന്നത് മുട്ടയിടുന്നവ, ബിയിൽ വരുന്നത് മരംകൊത്തി, ഇനി അതിൽ തന്നെ ഡിയിൽ വരുന്നത് പ്രാവ്, ഇനി പ്രസവിക്കുന്നവയില് പൂച്ച, ഡോൾഫിൻ, പശു എന്നിവയുമാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ പ്രവർത്തനത്തിലും 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, എ പാർട്ടും ബി പാർട്ടും. അതിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. നമുക്ക് എ പാർട്ട് നോക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും വായിക്കുക. ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. പ്രസ്താവന: തലയുടെ മുൻവശത്ത് കണ്ണുള്ള ജീവികൾക്ക് വസ്തുവിന്റെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. കാരണം അവർക്ക് 2 വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു. നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരം എന്നത് പ്രസ്താവന ശരിയാണ്, പക്ഷേ കാരണം എന്തായിരുന്നു? തെറ്റായിരുന്നു. അപ്പം ഇതിൽ നൽകിയിട്ടുള്ള പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. കാഴ്ചക്ക് വെല്ലുവിളിയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഏതെങ്കിലും 2 ഉപകരണങ്ങളുടെ പേരെഴുതുക. ഒന്നാമത്തേത് വൈറ്റ് കെയിൻ ആണ്. രണ്ടാമത്തേത് ബ്രെയിലി ലിപി. മൂന്നാമത്തേത് ടാക്ടൈൽ വാച്ച്. നാലാമതായിക്കൊണ്ട് എംബോസ്ഡ് മാപ്പ് എന്നിവയാണ് കാഴ്ചക്ക് വെല്ലുവിളിയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അതിലുള്ള സി ക്വസ്റ്റ്യൻ നോക്കാം. കണ്ണിന്റെ ആരോഗ്യത്തിനായി നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്ന സെമിനാറിൽ അവതരിപ്പിക്കാനായി 4 ആരോഗ്യശീലങ്ങൾ നിർദ്ദേശിക്കുക. ഒന്നാമതായിക്കൊണ്ട് ഇലക്കറികളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക. മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക. ആവശ്യത്തിന് വെളിച്ചമുള്ള സ്ഥലത്തിരുന്ന് വായിക്കുക. കണ്ണുകൾ തിരുമാതിരിക്കുക. അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊന്നാണ് എന്ത് ചെയ്യുക? തുടർച്ചയായിക്കൊണ്ട് മൊബൈലിലോ അല്ലെങ്കിൽ TV-യിലോ എന്ത് ചെയ്യുക? നോക്കാതിരിക്കുക. എന്ത് ചെയ്യുക? കാണുന്നതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് ഇടവേളകൾ ഉപയോഗിക്കുക. കൂടാതെ എന്ത് ചെയ്യുക? അമിതമായി ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇനി നമുക്ക് അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. 6ൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ജീവികളുടെ അവയവവും പ്രത്യേക കഴിവുമടങ്ങിയ പട്ടികയാണ് നൽകിയിരിക്കുന്നത്. പട്ടിക പൂർത്തിയാക്കുക. ആദ്യത്തെ ജീവി കൊടുത്തിട്ടുള്ളത് മുതലയാണ്. മുതലയുടെ അവയവം ത്വക്ക്. മുതലയുടെ ത്വക്കിനുള്ള കഴിവ് എന്ന് പറയുന്നത്, അതായത് ജലത്തിലുള്ള ചലനങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്, അതായത് സ്പർശന ശേഷി അല്ലെങ്കിൽ സ്പർശനമാണ്. രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നായയാണ്. പ്രത്യേക കഴിവ് കേൾവിയാണ്. അതീതവയവമാണ് ചെവിയായിരുന്നു. ഇനി മൂന്നാമതായിക്കൊണ്ട് കരടി മൂക്ക്. കരടിയുടെ മൂക്ക് എങ്ങനെയാണ് അതിനെ സഹായിക്കുന്നത്? അതിശക്തമായ ഘ്രാണശേഷിയാണ്, അതായത് മണം പിടിക്കാനുള്ള കഴിവാണ് കരടിയുടെ മൂക്കിനുള്ളത്. ഇനി പരുന്താണ്. പരുന്തിന്റെ ദൂരക്കാഴ്ചക്ക് സഹായിക്കുന്ന അവയവം എന്ന് പറയുന്നത് ഏതാണ്? കണ്ണാണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. കടുവ, സിംഹം തുടങ്ങിയ ജീവികൾക്ക് തലയുടെ മുൻവശത്താണ് കണ്ണുകൾ കാണപ്പെടുന്നത്. ഇത് ഏത് രീതിയിലാണ് അവയ്ക്ക് സഹായകരമാവുന്നത്? ഉത്തരം നോക്കാം. വസ്തുവിന്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. ഇതെന്ത് ചെയ്യുന്നു? ഇവരെ ഇര പിടിക്കാനായിട്ട് സഹായിക്കുന്നു. മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കണ്ണിനെ ബാധിക്കാത്ത രോഗമേത്? ഉത്തരം എന്ന് പറയുന്നത് എക്സിമയാണ്. എക്സിമ എന്ന് പറയുന്നത് ഒരു ചർമ്മ രോഗമാണ്, കണ്ണുകളെ ബാധിക്കുന്ന രോഗമല്ല.